16ാം കേരള നിയമസഭയിൽ ഒരു അംഗമായി വീണ്ടും തൃത്താലയെ പ്രതിനിധീകരിച്ച് കടന്നു വരാൻ സാധിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനമുള്ളൊരു കാര്യമാണ്. അക്കാര്യത്തിൽ തൃത്താലക്കാരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. നേരത്തെ 13, 14 നിയമസഭകളിലും 10 വർഷം തുടർച്ചയായി തൃത്താലയെ പ്രതിനിധീകരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. ഞാൻ 2011 ആദ്യമായി MLA ആയിട്ട് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നാടിനു വേണ്ടി ആ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ വീണ്ടും ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തൃത്താലയുടെ വികസന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് മുളപ്പിക്കാനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കാനും വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിലും എന്നാൽ കഴിയുന്ന വണ്ണം ഇടപെടാൻ എപ്പോഴും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങൾ, അതൊക്കെ എന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ഇടപെടേണ്ട വിഷയങ്ങളായിട്ടും ഞാൻ പ്രവർത്തിക്കേണ്ട മേഖലകളായിട്ടും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതിനൊക്കെ എനിക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണയ്ക്ക് അവരോടെല്ലാവരോടുമുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അങ്ങനെ ഏറ്റവും സാധാരണക്കാരൻ്റെ ശബ്ദമായി തന്നെ ഒരു ജനപ്രതിനിധിയായി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് എപ്പോഴും എന്നെ നയിക്കുന്ന ഒരു ചേതോവികാരം. കാരണം വലിയ മാറ്റങ്ങളിലൂടെയാണ് നാട് കടന്നു പോകുന്നത്, വലിയ പ്രതീക്ഷകളാണ് ജനങ്ങൾക്കുള്ളത്. ആ വലിയ വികസന തള്ളിച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അതിൻ്റെ ഗുണം ലഭ്യമാവാത്ത, നീതി അർഹതപ്പെട്ടിട്ടും ലഭ്യമാവാത്ത സാധാരണക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിടവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാകണം ജനാധിപത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ ഘട്ടത്തിലും ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അതിന് കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണുള്ളത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.